ബാക്കിയുള്ളവരെ പുറത്തൊന്ന് വെയിലത്ത് കരിഞ്ഞാന്. അതുകൊണ്ടാണല്ലോ ഞാൻ ഇവിടെ വന്നിരിക്കാൻ വേണ്ടി പറഞ്ഞത്. ഈ പാവപ്പെട്ടവൻ വച്ചു നീട്ടുന്ന തണൽ വലിച്ചെറിഞ്ഞ് മഴയത്തും വെയിലത്തും നടക്കണം എന്നുള്ളത് ദേവികയുടെ ഭാഷയാണല്ലോ. വക്കീലേ, വലിയ സാഹിത്യർക്കല്ലേ? എന്തിനാ കാണണെന്ന് പറഞ്ഞെന്ന് പറ. ചുമ്മാ ഒന്ന് കാണാൻ. ചുമ്മാ കാണാൻ ഞാൻ എന്താ അന്യഗ്രഹ ജീവിയാണോ? അല്ല, എന്റെ ഗ്രഹത്തിൽ ഞാൻ ഒപ്പം പാർപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജീവി. ഒരു വക്കീലിനെ ഇടിച്ചാലേ ഏത് വകുപ്പിലായിരിക്കും കേസ്? എന്റെ പൊന്നു ബ്രൂസ്ലി, വേണ്ട. ഒരു ആഗ്രഹം പറയാനും കൂടിയാ ഞാൻ കാണണമെന്ന് പറഞ്ഞത്. എന്താ ആഗ്രഹം? ഓ, ബ്രെഡ് ഓംലെറ്റും ആണോ? അതല്ല ദേവികെ. പിന്നെ ദേവികയുടെ കാരുണ്യത്തിൽ, സുധിയേട്ടന്റെ ത്യാഗത്തിൽ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ട് ഇപ്പോ 2 വർഷമാവുന്നു. എന്റെ പുനർജന്മം, എന്റെ ഈ ജന്മത്തിലെ നേട്ടം. എല്ലാവർക്കും നേട്ടോ, ദേവികയ്ക്ക് മാത്രം നഷ്ടം. ദേവുട്ടി, അല്ല ദേവികെ, ഞാൻ പറയാൻ വന്നത് തീർന്നിട്ടില്ല. സിദ്ധു പറ, ഞാൻ കേക്ക്. സുധിയേട്ടൻ ഈ ഭൂമിയിൽ നിന്നും പോയ ദിവസം, അല്ലെങ്കിൽ സിദ്ധാർത്ഥന് ഈ ഭൂമിയിൽ അല്പകാലം കൂടി ദൈവം അനുഭവിച്ചു തന്ന ദിവസം, നമുക്ക് ഒരുമിച്ചൊന്ന് അമ്പലത്തിൽ പോണം, പിന്നെ പ്രാർത്ഥിക്കണം. സുധിയേട്ടന്റെ ചിതാഭസ്മം നമുക്ക് നിമജ്ജനം ചെയ്യണ്ടേ? നമുക്ക് അച്ഛനെയും കൂട്ടി രാമേശ്വരത്തേക്കൊന്ന് പോയാലോ? സിദ്ധുവേട്ടന്റെ അവശേഷിക്കുന്ന ഓർമ്മ കടലിൽ ഒഴുക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് സിദ്ധു. നിത്യ എഴുന്നേൽക്കണം. സത്യം എല്ലാവരും അറിയണം. ശരത്ത് തീരണം. പിന്നെ എന്റെ സുധിയേട്ടനെ മരണത്തിലേക്ക് തള്ളിവിട്ട ആ കാർ യാത്രക്കാരനെ അത് കണ്ടെത്തണം. ഉറക്കത്തിലും എന്റെ മനസ്സിലൂടെ ഇരമ്പി പാഞ്ഞു പോകുന്നുണ്ട് ആ കാർ. ദേവികയുടെ ജീവിതത്തില് കണ്ണുനീരിന്റെ തോരാ പെയ്ത്തിന് തുടക്കം കുറിച്ചത് അവരാ. അവരെ കണ്ടെത്താൻ സഹായിക്കാന്ന് നിരഞ്ജൻ സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ, പിന്നെ അമ്പലത്തിൽ പോകുന്ന കാര്യങ്ങളൊക്കെ അച്ഛനോട് കൂടി ആലോചിച്ചിട്ട് ഞാൻ പറയാട്ടോ. ഞാനെന്നാ ഇറങ്ങട്ടെ സിദ്ധു. അല്ല, എന്തെങ്കിലും കഴിച്ചിട്ട് പോയാ പോരെ? സമയമില്ല സിദ്ധു, പിന്നെ ഒരിക്കലാവും. ശരി. ഇതൊന്ന് പാക്ക് ചെയ്യണേ. ശരി. അച്ഛാ. മോളെ വിടാ. അച്ഛാ, ഞാൻ പുറത്തുണ്ട്. സിദ്ധുവിനെ കണ്ടിരുന്നു. ഇപ്പതാ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുക. ആണോ? ഓറഞ്ചും പിന്നെ ഗ്രേപ്സും. ഇനി മുത്തശ്ശി ഇതും അടുത്തറിയോന്ന് എന്റെ പേടി. ഫ്രൂട്ട്സ് കളയാനോ? അത് ഓറഞ്ച് അമ്മയല്ലേ ആള്. അതേ, ഒരറ്റത്തൂന്ന് തീർത്തോളും. ഹലോ. അച്ഛാ, ഒരു പരിചയക്കാരിയെ കണ്ടു. ഞാൻ വിളിക്കാം. ശരി മോളെ. എന്തുണ്ട് ചന്ദ്ര വിശേഷം? ഞാൻ വെറും പരിചയക്കാരി അല്ലല്ലോ, ഞാൻ നിങ്ങളുടെ ശത്രുവല്ലേ. എനിക്കെന്ത് വിശേഷം? വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കല്ലേ. മനസ്സിലായില്ല. സിദ്ധുവിനെ കാണാൻ ഇറങ്ങിയതെന്ന് മനസ്സിലായി. കൂടിക്കാഴ്ച ഞാൻ കാണുകയും ചെയ്തു. മാഡം, എത്രയായി? 250. സത്യത്തില് ഞാൻ കുറച്ച് ഓറഞ്ചും മുന്തിരിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ആ കൂട്ടത്തിൽ സിദ്ധുവിനെ കാണാന്ന് വിചാരിച്ചു. സിദ്ധു, ഓറഞ്ച്, മുന്തിരി. കിട്ടാത്ത മുന്തിരി പുളിക്കൊന്ന്.
ചന്ദ്രയുടെ കാര്യത്തിലാവുമല്ലേ? ആരുടെ കാര്യത്തിലാണെന്ന് കണ്ടറിയാം. തൽക്കാലം ഒരു അപേക്ഷയാണ് നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത്. ചന്ദ്രയെ പോലെ ഒരു രാജകുമാരിക്ക് എന്റെ മുന്നിൽ അപേക്ഷയോ? കൊള്ളാലോ. ശരി, എന്താണാവോ അപേക്ഷ? രാജകുമാരിയുടെ രാജകുമാരനെ കൊട്ടാരം നർത്തകി തട്ടിയെടുക്കരുത്. മനസ്സിലായോ? അതിപ്പോ രാജകുമാരൻ തീരുമാനിക്കേണ്ട കാര്യല്ലേ രാജകുമാരി? പാവം കൊട്ടാരം നർത്തകി എന്ത് ചെയ്യാനാ? അപകടം വിലയ്ക്ക് വാങ്ങരുത്. എന്റെ അച്ഛനെ ശരിക്കും അറിയാലോ. അയ്യോ, അത് ചന്ദ്രമോള് മാത്രം അറിഞ്ഞാ പോരെ? ആട്ടെ, ഈ അപേക്ഷയും ഭീഷണിയായിട്ട് ഇറങ്ങിയതാണോ അതോ വേറെന്തെങ്കിലും പർപ്പസ്? ഞാനും കുറച്ച് ഓറഞ്ച് മുന്തിരിയൊക്കെ വാങ്ങാൻ ഇറങ്ങിയതാ. ഓ, ഞാൻ വിചാരിച്ചു അച്ഛന് മദ്യക്കുപ്പി വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരിക്കുന്നു. നിങ്ങൾ എന്താ പറഞ്ഞേ? കഥയൊക്കെ ഞാൻ അറിഞ്ഞു ചന്ദ്രമോളെ. കഷ്ടം. എന്നാൽ രാജകുമാരി ഫലമൂലാദികളൊക്കെ വാങ്ങിച്ച് പോവാൻ നോക്ക്. ഈ കൊട്ടാരം നർത്തകയ്ക്ക് പോയിട്ട് ഇത്തിരി തിരക്കുണ്ട്. എന്താ മോളെ, എന്താ നിന്റെ ശബ്ദം വല്ലാണ്ടിരിക്കുന്നേ? അച്ഛാ, ഞാൻ അങ്ങോട്ട് വരിക. ഞാനിപ്പോ ദേവികയെ കണ്ടു. അവരെന്നെ അപമാനിച്ചു. അപമാനിച്ചെന്നു? എങ്ങനെ? എന്തു പറഞ്ഞു? കാരണം എന്താ? കാരണമൊക്കെ അച്ഛൻ തന്നെയാ. വിശദമായിട്ട് ഞാൻ നേരി പറയാം. ആ, ഞാനിവിടെ സ്റ്റാച്യു റോഡിലുണ്ട്, മോളേക്ക് പോരെ. ശരിടാ, ഒറ്റ പുത്രിയാ. അവളുടെ പരാതിയും പരിഭവം തീർക്കാൻ തന്നെ സമയമില്ലാത്ത അവസ്ഥയാ. ആ സേവരേ, ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. വണ്ടി പിടിച്ച് നമ്മുടെ ഗോഡൌണിൽ കൊണ്ടുപോയിട്. കാശ് തന്നിട്ട് തിരികെ കൊടുത്താൽ മതി. ആ എടോ, ഞാനല്ലേ പറയുന്നത്, താൻ പേടിക്കണ്ടെന്നേ. എടോ, ഈ നീതി നിയമം എന്നൊക്കെ പറയുന്നതിന്റെ അങ്ങേയറ്റം ഗുണ്ടായിസമാ. ചിലയിടത്ത് നീതി കിട്ടാൻ ഗുണ്ടായിസം തന്നെ വേണം. മനസ്സിലായോ? ആ, താൻ ഫോൺ വെച്ചോ. എൻ്റെ മോള് വരുന്നുണ്ട്, ഞാൻ തിരിച്ചു വിളിക്കാം. എന്താടി, എന്താ മുഖം ഇങ്ങനെ കുത്തി വീർപ്പിച്ച് നിൽക്കുന്നത്? ആ, ഇതുവരെ നിന്റെ എല്ലാ ഇഷ്ടത്തിലും ഞാൻ കൂട്ടി നിന്നിട്ടല്ലേ ഉള്ളൂ. സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോയി താമസിക്കണമെന്ന് നീ പറഞ്ഞു, അത് ഞാൻ സമ്മതിച്ചു. അവനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു, അതും സമ്മതിച്ചു. ഇതിൽ കൂടുതൽ ഞാൻ ഇനി എന്ത് ചെയ്യണമെന്നാണ്? പക്ഷെ അച്ഛാ, ആ ദേവിക അവരെല്ലാത്തിനും തടസ്സം. എങ്ങനെയെങ്കിലും അവരച്ഛനൊന്ന് ഒഴിവാക്കി തരണം. അവരിപ്പോ എന്റെ മുഖത്ത് നോക്കി ചോദിക്കുക, അച്ഛന് കള്ളുകുപ്പി വാങ്ങിക്കാൻ ഇറങ്ങിയതാണോന്ന്. അവൾ അങ്ങനെ ചോദിച്ചു. അച്ഛനെന്ന ഫ്രണ്ട്സിനെയും കൂട്ടി കള്ളുകുപ്പിയായിട്ട് ആ വീട്ടിൽ വന്നതുകൊണ്ടല്ലേ എനിക്ക് ദേവിയുടെ മുന്നിൽ നാണം കെട്ടി നിൽക്കേണ്ടി വന്നത്. ആ ചേട്ടച്ചനെന്ന് പറയുന്ന അങ്ങേര് അത് സിദ്ധുവേട്ടനോട് പറഞ്ഞു. സിദ്ധുവേട്ടനത് ദേവിയോട് പറഞ്ഞു. എങ്ങനെയായാലും നാണക്കേട് മുഴുവൻ എനിക്ക്. ഇതിപ്പോ ദേവികയുടെ അമ്മായി അച്ഛൻ മനോഹരനും താഴെ ആയില്ലേ അച്ഛൻ? എന്താ നീ പറഞ്ഞത്? ഞാൻ മനോഹരന് താഴെയായെന്നു? എങ്കിൽ മനോഹരന് ഒപ്പത്തിന് ഞാനൊന്ന് ചെല്ലണമല്ലോ.